നിക്കേ. നല്ല ആളാണ്. ഞാൻ തന്നെ എവിടൊക്കെ തിരക്കി. എന്തിന്? തല്ലിക്കാനോ? ചേ, കണ്ട അതും ഇതും പറഞ്ഞ് മനുഷ്യനെ വിഷമിപ്പിക്കാതെ. ഞാനതെല്ലാം മറന്നു. ഇനിയെങ്കിലും നമുക്ക് സുഹൃത്തുക്കളായി കഴിഞ്ഞൂടെ? ഞാനെന്നും റെഡിയാ. ഞാന് എന്റെ ഇവിടുത്തെ ബിസിനസ് ഒക്കെ നിർത്തി ഇന്നത്തെ ഫ്ലൈറ്റ് അമേരിക്കക്ക് പോവാണ്. ഇനി ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തമ്മിൽ കണ്ടെന്ന് വരില്ല. നിനക്ക് വേണ്ട 10,000 റുപ്യ ഞാൻ തരാം. നീ എന്റെ കൂടെ എയർപോർട്ടിലേക്ക് പോര്. അവിടുന്ന് തരാം. അല്ലേ വേണ്ട, തീരെ സമയമില്ല. നീ ബാബുജി നഗറിന്റെ മുമ്പിൽ ഉണ്ടാ മതി. ഞാൻ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി കയ്യിൽ പൈസ കൊടുത്തേക്കാം. നിനക്ക് അയാൾ തരും. പിന്നെ ഞാൻ ഇതിങ്ങനെ നടക്കണ്ടല്ലോ. അത് മതി. പിന്നെ ഒരു കാര്യം. എന്താ സാർ? പ്രൈവറ്റ് സെക്രട്ടറി എന്നെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ മുമ്പിൽ എങ്ങനെ തിരിച്ചറിയും? സാറില്ല, അതിനൊരു കോഡ് ഭാഷയുണ്ട്. അതെന്താ സാർ? അതായത് അവൻ വന്ന് ചെമ്മീൻ എന്ന് പറഞ്ഞാ നീ ഉടനെ ഐസ്ക്രീം എന്ന് പറയണം. അവൻ വന്ന് ഉറച്ച വരണം വേണോ എന്ന് ചോദിച്ചാൽ കയ്പുള്ള നെല്ലിക്ക മതി എന്ന് നീ പറയണം. അപ്പൊ അവനോട് തിരിച്ചറിയാലോ. മനസ്സിലാവും. അത്രയാണ് കോഡ്. പിന്നെ അത്രേ ഉള്ളൂ. ഉടനെ അവനോട് 10,000 രൂപ വാങ്ങും ചെയ്യാം. ഈ ഉപകാരം ഞാനൊരിക്കലും അല്ലാതെ ഞാൻ നല്ലൊരു യാത്ര പോകുമ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാ ചിരിച്ചുകൊണ്ട് യാത്ര അയക്കല്ലേ വേണ്ടേ? മേ യുവർ സോൾ റെസ്റ്റ് ഇൻ പീസസ്. താങ്ക് യു വെരി മച്ച്. അപ്പം ബാബുജി നഗർ ഓക്കെ, ഞാൻ വാങ്ങിച്ചോളാം. താങ്ക് യു സാർ. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. സാർ, ഈ ഫയലിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. യെസ്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. സാർ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ബാബുജി നഗറിന് മുമ്പിലെത്തിയാൽ വലിയൊരു കള്ളക്കടത്തുകാരനെ പിടിക്കാം. വാട്ട്? അതെ സാർ, അവൻ വലിയ കള്ളക്കടത്തുകാരനാ. സ്മഗ്ലർ അഴകപ്പൻ. നിങ്ങളാരാ? ഞാനൊരു അഭ്യുദയകാംക്ഷി. സാറിന് സംശയം ഉണ്ടെങ്കിൽ സാറ് തന്നെ നേരിട്ട് എന്ന് ഞാൻ പറഞ്ഞ കോഡൊന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ അവന്റെ മറുപടി കേൾക്കുമ്പോ സാറിന് തന്നെ ബോധ്യാവും. സാർ, ചെമ്മീൻ എന്ന് പറയുമ്പോ ഐസ്ക്രീം എന്നും ഉറച്ച ഭരണം വേണമെന്ന് ചോദിക്കുമ്പോൾ കൈപ്പുള്ള നെല്ലിക്കാന്നും പറയും. ഇതാണ് കോഡ്. ഓഹോ, they are coming now. ആട്ടാ, ഏതെല്ലാം വഴിക്ക് നീ എന്നെ ഒതുക്കുന്നോ അതിലപ്പുറത്തെ വഴിക്ക് വേലായുധ നീ എന്നെ ഒതുക്കും. ഐസ്ക്രീം ഉറപ്പുള്ള ഭരണം വേണം. കൈപ്പുള്ള നെല്ലിക്ക മതി. ഇപ്പൊ കോഡ് ശരിയായല്ലോ, ഇനി കാശും കിടക്കും വേഗം. ഓഹോ, അപ്പൊ എനിക്ക് കിട്ടിയ ഫോൺ കോൾ കറക്റ്റ് ആയിരുന്നു. ഫോൺ കോളോ? സ്മഗ്ലർ അഴകപ്പ. സ്മഗ്ലറോ? ഞാനോ? ഞാനാണ് കസ്റ്റംസ് ഓഫീസർ ഡിസൂസ. യു ആർ അണ്ടർ അറസ്റ്റ്. ഓ, അത് ശരി. ഇനി പറ, ആർക്ക് വേണ്ടിയാണ് ഈ സ്മഗ്ലിംഗ് നടത്തുന്നത്? സാർ, ചോദിച്ചു കേട്ടില്ലേ? സാർ, ഞങ്ങളുടെ ബോസ് ആരാണെന്ന്, ഞങ്ങളുടെ കൊള്ള സംഘ തലവൻ ആരാണെന്ന് ഞാൻ സാറിനോട് പറയാം. പക്ഷെ ഒരു വാക്ക് തരണം, അയാളെ ഉപദ്രവിക്കരുത്. അയാൾ വെറും പാവമാണ് സാർ. പറ. വേലായുധൻ തമ്പി. ആരാ മനസ്സിലായില്ല? അഴകപ്പനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ നന്നായി സാർ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇപ്പൊ വന്നത്. എന്നെ? ബോസ്, എന്നോട് ക്ഷമിക്കണം. നമ്മുടെ കൊള്ള സംഘത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ ഈ കസ്റ്റംസ് ഓഫീസേഴ്സിന്റെ അടുത്ത് പറഞ്ഞു. ദൈവമേ, ബോസ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നില്ല 1000 കിലോ സ്വർണം. അത് റെഡി ചെയ്തുകൊണ്ട് പോകാനാണ് അവർ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് അത് കാണിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അവരിടിക്കും. ഇല്ലേ സാർ? എടാ സാർ, ഏത് സ്വർണ്ണം എന്ത് സ്വർണ്ണം എനിക്കൊന്നും അറിയില്ല സാർ. അതിനെയും വേണ്ട. എവിടെയാ ഒളിപ്പിച്ചു വെച്ചത്? സത്യം പറ. സത്യമായിട്ട് സാർ, എനിക്കൊന്നും അറിയില്ല സാർ. അയ്യോ, ഒന്ന് പറഞ്ഞു കൊടുക്ക് പ്ലീസ്. എവിടെ സ്വർണ്ണം? സാറിനെ ഒന്ന് രക്ഷിക്കണം. അതിന് കയ്യോ പറയിക്കാൻ എനിക്കറിയാം. ജോൺസൺ, അടക്ക്. അയ്യോ, കേരള വണ്ടി ഞാൻ കയറിക്കോളാം. അയ്യോ അയ്യോ അയ്യോ, എനിക്കോ ദൈവമേ, സാറ് പറമ്പത്തിരിക്കല്ലേ സാർ. അയ്യോ 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 പാവം സാർ. അയ്യോ അയ്യോ. സാർ, ഇവൻ കള്ളക്കടത്താരനൊന്നല്ല സാർ, പാവാണ്. ഞാനാണ് സാറെ കള്ള ഫോൺ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം സാറേ. ഞാൻ പറഞ്ഞില്ലേ സാർ, ഇതാണ് കഥ. ശരിയാണ് സാർ. ഓക്കെ, നിങ്ങൾ സ്മഗ്ലർ അല്ലായിരിക്കാം, പക്ഷെ കസ്റ്റംസിന് തെറ്റായ ഇൻഫർമേഷൻ തന്നതിന്റെ പേരിൽ നിങ്ങളെ ചാർജ് ചെയ്യും. വേണ്ട സാർ, ഒരു തവണത്തേക്ക് ക്ഷമിക്കണം.
മേലാൽ ഇയാൾ ഇങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം സാർ. ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ് ദിസ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എങ്ങനെയുണ്ട് വേലായുധൻ തമ്പി? ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഇനി നമ്മൾ തമ്മിൽ പരസ്പരം പാരവപ്പൊന്നും വേണ്ട. നമുക്ക് നല്ല നിലയിൽ പോകാം. ഈ റഷ്യ അമേരിക്കൻ പോലെ ഏറ്റുമുട്ട രണ്ടു കൂട്ടരും വിവരറിയും. കറക്റ്റ് ആണ്. മറ്റേ കക്ഷി ഹലോ, സുന്ദരിയാണോ? ഐ ലവ് യു. നീ കിടപ്പിരിപ്പ് മനസ്സിലാക്കാതെ അവർക്ക് വേണ്ട ഉപദേശം എന്താണെന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കടേ. അതിനാണ് ഞങ്ങൾ ആണുങ്ങൾ ഇവിടെ തല പോകാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ചേച്ചി വെറുതെ വേണ്ടാത്ത ഇടപെട്ട് പ്രഷർ കയറ്റണ്ട. എങ്ങനെയാണ് എനിക്ക് പ്രഷർ വരാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ? ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്താ അത്? എന്താണ് ആ വഴിയെന്ന് ചോദിച്ചാ അത് അമ്മാവൻ തന്നെ ആലോചിച്ച് പറയട്ടെ. എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് തല പോകാൻ ആലോചിക്കാതെ ഇക്കാര്യം കോശിച്ചായനോടും കുഞ്ഞു മുഹമ്മദിനോടും കൂടി ആലോചിക്കുന്നതല്ലേ ബുദ്ധി. ബുദ്ധി? നീ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് അവസാനം ഇരുട്ടടി കിട്ടുമ്പോ വിവരം മനസ്സിലാവും. ഇരുട്ടടി കിട്ടിയാലും വിരോധമില്ല. വിവരം അറിയാലോ. വിവരം അറിയാനൊന്നുമില്ല. ഇരുട്ടടിക്ക് ഇരുട്ടടി തന്നെ പോവഴി. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ മാണിക്യത്തിനെയും മാളഭട്ടിനെയും ആ രണ്ട് ചെകുത്തന്മാരായ കാര്യസ്ഥന്മാരെയും നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. ചേട്ടനെ നോക്കേണ്ട കടമ നമ്മുടേതാണ്. ഞങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടാലും ശരി, അമ്മാവൻ ഒരപകടവും വരാതെ നോക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അല്ലേടാ? ഹേയ്, അതെ. കോഴിശ്ശേരി തറവാട്ടിൽ അവനൊന്ന് കേറി നോക്കട്ടെ, അപ്പൊ കാണാൻ എന്റെ കൈയിന്റെ ബലം. എടാ വീമ്പിളക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. ഈ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിന് വിഷമം. അതെ അതെ, എനിക്കും അതാണ് വിഷമം. നമുക്ക് റെസ്റ്റോറന്റിൽ സംസാരിക്കാതെ വീട്ടിൽ പോയിരുന്ന് ആലോചിക്കാം, അല്ലേ? അയ്യടാ, ഗൗരിയുടെ കാര്യം പറഞ്ഞപ്പോ അവന്റെ ഒരു ശുഷ്കാന്തി. ഇനി ഒന്നും ആലോചിക്കാനില്ല. രാകേഷിന്റെയും ഗൗരിയുടെയും കല്യാണം ഉറപ്പിക്കാനില്ല. കമ്പ്യൂസിന്റെ മറ്റാ. നീ ഒന്ന് ചുമ്മാ ഇരിക്കുവല്ല. ഇതാ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതുപോലെ ചേച്ചി എന്നെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ശരി. അപ്പൊ എന്റെയും ഗൗരിയുടെയും കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് വഴക്കം വെക്കാണാവും. നീ ചുമ്മാ എല്ലാം നമുക്ക് ഭംഗിയായിട്ട് നടത്താം. എന്താണ് ഗൗരി ഒന്നും മിണ്ടാത്തത്? എന്ത് മിണ്ടാന്? അവക്ക് നാണം കൊണ്ട് വാക്കിട്ടില്ല, അത്ര തന്നെ. നമ്മൾ അവരെ ശല്യം ചെയ്യണ്ട. അവരെവിടെ ഇരുന്നോട്ടെ, നമുക്ക് ശരിയാണ്, പോവാ. എവിടെങ്കിലും ഇരുന്നോട്ടെ. അതൊന്നും എനിക്കറിയണ്ട. എടാ വിനോദേ, നീ ലോകം നന്നാക്കാൻ നടക്കുക. വലിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണത്രേ. എടാ, ഇന്നീ തീയതി വരെ അമ്മയോടോ അമ്മാവനോടോ കസിൻസിനോടോ ഒരു നല്ല വാക്ക് നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചേച്ചി വെരി ബിസി ഫെലോ. അതിന് അദ്ദേഹത്തിന് നേരം കിട്ടിയിട്ട് വേണ്ടേ? നിങ്ങളുടെ ഒന്നും പോക്കത്ര ശരിയല്ല. അമ്മയുടെ വളച്ചിട്ടൊന്നും വേണ്ട. എന്റെ അധികാരം യാതൊരു കാരണവശാലും ഞാൻ ദുർവിനിയോഗം ചെയ്യില്ല. ചെയ്യില്ലടാ. ഈ വയസ്സുകാലത്ത് എന്റെ വീട്ടില് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോ ഒന്നെന്നെ സഹായിക്കാനോ ഒരു വാക്ക് പറയാനോ നീ കൂട്ടാക്കിയില്ല. നിനക്കിതിന്റെ പദവി അധികാരം മാത്രം മതിയല്ലോ. സ്വന്തം ബന്ധമൊക്കെ വെറും പുല്ലാണ് ചേച്ചി. ഇന്നേ തീയതി വരെ കോടതി കണ്ടിട്ടില്ലാത്ത വല്യമ്മ ഇൻകം ടാക്സ് കേസിൽ പ്രതിയായി കൂട്ടിൽ കയറി നിൽക്കുന്ന കാഴ്ച കാണാൻ
വിനോദിന് എന്ത് സന്തോഷമായിരിക്കും. നിർത്ത. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. അത് അമ്മയല്ല, മറ്റാരായാലും ശരി. എന്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കും. അതിലാരെയും കൈകടത്താൻ ഞാൻ അനുവദിക്കില്ല.